കാക്കനാട് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കരിങ്കൽ പൊട്ടിക്കൽ. കാക്കനാട് ചിറ്റത്തുക്കര KP കുര്യൻ റോഡിലാണ് കഴിഞ്ഞ ദിവസം സംഭവമുണ്ടായത്. തൊട്ടടുത്തുള്ള അയൽവാസികളുടെ മുകളിൽ കരിങ്കല്ലും സ്ഫോടക വസ്തുക്കളും വീണു എന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭ അന്വേഷണം ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫോപാർക്ക് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തതായിട്ട് മനസ്സിലാക്കുന്നു. ഏതായാലും പരിസരവാസികളുടെ പ്രതികരണങ്ങൾ. ശബ്ദം കേട്ട് വന്ന് പടപടാന്ന് വീടിന്റെ മുകളിലേക്ക് വന്ന് വീണപ്പോൾ ഞാൻ പേടിച്ചു പോയി. പാറ പൊട്ടുന്ന ശബ്ദം കേട്ടാ ഞാൻ പേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ ഇങ്ങനെ വെള്ളം പൊടി പോലത്തെ വന്നേക്കണത്. ഇത്രയും താഴ്ചയിൽ പൊട്ടിക്കാനുള്ള അനുമതി കൊടുത്തേക്കണ ഏത് ഉദ്യോഗസ്ഥനാണെന്ന് അറിയണം. ആ ഉദ്യോഗസ്ഥനെ എന്തായാലും വിചാരണ ചെയ്യണം. ഇത്രയും വീടുകൾ അടുത്തുള്ളപ്പോ ഇത്രയും കരിങ്കല്ല് പൊട്ടിക്കാനുള്ള അനുമതി കൊടുത്ത ഏത് ഉദ്യോഗസ്ഥനാണെന്ന് അറിയണം. 9:30 ആയപ്പോ ഈ പൊട്ട് വന്ന് ഷീറ്റുമായിട്ട് മണ്ണ് വന്ന് വീഴുന്നത്. കട ചായ കച്ചവടം ഒന്നും ചെയ്യാൻ പറ്റണല്ലോ. ഇതല്ല മണ്ണാണ് ഈ കാണുന്നത്. രാത്രിയായപ്പോ ഒരു 10-10:30 ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ശബ്ദം തന്നെ. അങ്ങനെ വീട്ടിൽ നിന്ന് ഓടി വന്നിട്ട് ഇവിടെ മൊത്തം പുകപടലോ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പടപടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത വീടുകളിലൊക്കെ ഈ വീട്ടിലൊക്കെ മൊത്തം വന്ന് എല്ലാം ചീളും ഇതൊക്കെ റോട്ടിലൊക്കെ ചാടിയിട്ടുണ്ട്. റോഡിനോട് ചേർന്ന് തന്നെ ഭയങ്കര താഴ്ച, ഒരു 3 നിലയ്ക്ക് ഇടത്തിൽ താഴ്ചയുണ്ട്. ആ വീടിന്റെ മുകളിലൊക്കെ ഉണ്ട് ചീളും പൊടിയൊക്കെ വന്ന് വീണേക്കണാണ്. നിറയെ പൊടികളൊക്കെ നിറയെ പൊടി, അവിടെ ഇവിടെ എല്ലായിടത്തും പൊടിയാണ്. വീടിന്റെ മുകളിലും ഒക്കെ പൊടി വന്ന് വീണു. മാസങ്ങളായി ഇവിടെ മണ്ണെടുക്കണത്. ഇന്നലെ ഭയങ്കരമായിട്ട് പാറ പൊട്ടിച്ച് ഭയങ്കര ശബ്ദം കേട്ടാണ് ഞങ്ങളൊക്കെ വന്നത്. അപ്പൊ ഇത് പൊടിയായിട്ട് ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ള മാസങ്ങളായി ഇവിടെ മണ്ണെടുപ്പ് തുടങ്ങിയിട്ട് പൊടിയായിട്ട് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ശ്വാസം മുട്ടും അസുഖമൊക്കെയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം. ഇന്നലെ രാത്രി 10 മണിയാവാറായപ്പോഴാണ് ഇങ്ങനെ ഒരു 10-35. നമ്മുടെ വീട് ഏതായിരുന്നു? വീട് ഇവിടെ KP കുര്യൻ റോഡിൽ ഇതാണ് വീട്. അപ്പൊ ഇങ്ങനെ 10-35 വെടി പൊട്ടുന്ന ശബ്ദം കേട്ടു. അങ്ങനെ അതിനുശേഷം നോക്കിയപ്പോ ജനാലൊക്കെ തുറന്ന ഭയങ്കര പുകയും ഭയങ്കര രൂക്ഷമായിട്ടുള്ള മണവും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആരും ഇത് അറിയിച്ചിട്ടില്ല. റോട്ടിൽ കൂടെ സ്കൂട്ടറും ഓട്ടോറിക്ഷയും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ ഇതിന്റെ ഒരു അലർജി മൂലം ഇങ്ങനെ കണ്ണിന് ഇൻഫെക്ഷൻ, ഛർദി അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു വൈറ്റ് പൗഡർ വന്ന് വീഴുന്നുണ്ട്. അപ്പൊ പോലീസ് പറയണത് കണ്ണൊക്കെ പോവാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ അത് പലരും കുട്ടികളൊക്കെ കളിച്ച് നടക്കുന്ന ചെറിയ ഇടവഴികളിലും വീടുകളുടെ മുകളിലും ചിലവരുടെ AC അകത്തേക്കൊക്കെ ഇത് കയറിപ്പോയ കണ്ണിനെയൊക്കെ നല്ലപോലെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. ആ വീടിന്റെ 3-4 നില ടെറസിലടക്കം ഈ പൊടികൾ വന്ന് വീണുണ്ട്. പിന്നെ ഈ മണ്ണിന്റെ അംശമൊക്കെ വാട്ടർ ടാങ്കുകളുടെ മുകളിലൊക്കെ വന്ന് വീഴുന്നുണ്ട്. അപ്പൊ ഇവരാരോടും അറിയിക്കാണ്ട് ആണ് ഇവര് കുടിവെള്ള ടാങ്കിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ AC അങ്ങനത്തെ ഇതിലൊക്കെ കയറിപ്പോയ ഒരു പക്ഷെ അത് ആളുകളുടെ ആരോഗ്യത്തെ നന്നായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ശരി, അപ്പൊ നിങ്ങളൊക്കെ ആശങ്കയിലാണ്? അധികൃതർ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യേണ്ടതാണ്. കൗൺസിലറിന് ഇന്നലെ വിളിച്ച് പറഞ്ഞു, ഇത് പൊട്ടിക്കൽ കേട്ടോന്ന് വിളിച്ച് പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഇന്നലെ ആളുകൾ കുറെ പേര് പോലീസും വന്നതിന് ശേഷമാണ് ഇവരെ നിർത്തിച്ചത്, വെടി പൊട്ടിക്കൽ നിർത്തിച്ചത്. അപ്പൊ അവര് ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതൊന്നും കണ്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണ് പറയാനുള്ളത്. രാത്രി ഒരു 10:30 ആയപ്പോഴാണ് ഇവിടെ പുകയും ഭയങ്കര പൊട്ടിലൊക്കെ കൂടി വന്നത്. അപ്പോഴാണ് ഞങ്ങളൊക്കെ പരിസരവാസികൾ ഓടി വന്നത്. പക്ഷേ ഇവിടെ ഒരു നല്ല ഐറ്റംസ് വെള്ളങ്ങളൊക്കെ ഉണ്ട്. ഈ വെള്ളമൊക്കെ അടുത്ത കിണറ്റിലോട്ടൊക്കെ ഉറവെടുക്കാനുള്ള സാധ്യത, മരുന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര രോഗം. പിന്നെ അല്ലാതെ തന്നെ ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടാണ് ആളുകൾ പറഞ്ഞത്. ഇന്നലെ രാത്രി 10:30 ഈ സാധനം പൊട്ടി. സാധാരണ 6 മണി കഴിഞ്ഞ ശേഷം വർക്ക് നടത്താൻ പറ്റില്ലാത്ത സംഭവം. ഈ ആൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് 10:30 ആയപ്പോൾ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഈ സാധനം സംഭവിച്ചത്. ഭയങ്കര പുകയായിരുന്നു, മൊത്തത്തിൽ പുകയായിരുന്നു. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി. കൗൺസിലിനെയൊക്കെ വിളിച്ചു വരുത്തി നല്ല ഐറ്റംസ് ആളുകളൊക്കെ ഉണ്ടായി. ഒരുപാട് ആൾ വന്നതിന് ശേഷം അവർ പോലീസൊക്കെ വന്ന് ചർച്ച ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് നിർത്തിച്ചിട്ട് പോയതാണ്. ഇതാണ് സംഭവിച്ചത്. വീടിന്റെ അകമൊക്കെ പൊടിയാണ്. വീട് മൊത്തം അകവും പുറവും എല്ലാം അടുക്കള കിച്ചണൊക്കെ മണ്ണിൽ മുങ്ങിയിരിക്കുക. ഇതുണ്ട്, അതെ ഇവിടെ കാണിച്ചുതരാം. കിച്ചണൊക്കെ മണ്ണാണ്. ഇതുണ്ട, എനിക്ക് കത്തിക്കാനൊന്നും പാടില്ല. കണ്ട ഞങ്ങളുടെ അടുക്കളയൊക്കെ നോക്കി ഭക്ഷണം പാകം ചെയ്യാനൊന്നും പറ്റണില്ല. എല്ലാം തൂത്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഇതേപോലെ തന്നെ ആവണേന്ന്. ഇതാണ് ആകെ പൊടിയാണ്, കംപ്ലീറ്റ് പൊടി. നിലമൊക്കെ ഇതുണ്ടോ, ഞങ്ങൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അപ്പോൾ പൊടി. ഭക്ഷണം ഒന്നും പാകം ചെയ്യാൻ പറ്റണില്ല.